പ്രിയമുള്ളവരെ, നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ ശാരീരികാരോഗ്യമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, നമ്മൾക്ക് ബൂസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഉറക്കം, ഭക്ഷണം, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും പുച്ഛമുള്ളവരുണ്ട്. ഈ പുച്ഛമുള്ളവരോട് ഞാൻ വളരെ വിനയത്തോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ MDMA എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ആരാണ് ഉണ്ടാക്കിയത്? 1912 തോന്നുന്നു, ജർമ്മനിയിലോ മറ്റോ കുറേ ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു ലാബിൽ ഒരു രാസലഹരി അല്ലെങ്കിൽ രാസമരുന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരെ ചിലപ്പോൾ നല്ലതിന് വേണ്ടി ചെയ്തതായിരിക്കാം, പക്ഷേ അത് വലിയ ഡേഞ്ചറാണെന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തുകയും പിന്നെ കഴിവുള്ളവർ, ഈ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടവർക്കല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ വീണ്ടും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന, രാജ്യങ്ങളെ നശിപ്പിക്കുന്ന ഈ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും MDMA കിട്ടുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചെറുപ്പം മുതലേ നാച്ചുറലായിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസൊക്കെ, ഇപ്പോൾ ഈ MDMA ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലെ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട, നാച്ചുറലായിട്ടുണ്ടാകേണ്ട ഹാപ്പി ഹോർമോൺസ് അല്ലാതെ ഈ മരുന്ന് ചെന്നിട്ട് നമ്മുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിലധികം ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കുകയും 5-6 മണിക്കൂർ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും പ്രത്യേക ഒരു മായിക ലോകത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അത് കഴിയുമ്പോൾ ശരീരം വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും, നമ്മുടെ നെർവസ് സിസ്റ്റം മുഴുവൻ തകരാറിലാവും. ഇത് കുറച്ചടുപ്പിച്ചിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആയുസ് തീരുന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെറുപ്പത്തിലേ മുതൽ കുട്ടികൾക്കടക്കം നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കാം എന്നുകൂടി പഠിപ്പിക്കണം. മരുന്ന് കഴിക്കേണ്ടതിന് ഡോക്ടറോട് ചോദിച്ച് കഴിക്കാം, ഞാൻ അതല്ല പറഞ്ഞത്. നാച്ചുറലായിട്ട് ആരോഗ്യത്തിനെ കുറിച്ചൊരു അവബോധമുള്ള ഒരു കുട്ടി വളരെ മനോഹരമായി ജീവിക്കുന്നുള്ളതാണ്. സംസ്കൃതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട്, ആഹാരോ മഹാഭൈഷ്യത്യമുച്യതേ, അതായത് നമ്മുടെ ഭക്ഷണം മഹാമരുന്നാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് പറഞ്ഞ പോലെ നമ്മളുടെ ഭക്ഷണം നമ്മുടെ മരുന്നാകട്ടെ എന്ന്. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണമായാലും ഉറക്കമായാലും നമ്മുടെ ഒരു കാഴ്ചപ്പാടായാലും കൃത്യത വേണം, നാച്ചുറലായിട്ടുള്ളൊരു മനസ്സ് വേണം. അപ്പോൾ നമുക്ക് ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, താങ്ക് യു.